മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു കിടിലൻ പ്രകടനത്തെപ്പറ്റി സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ആദ്യമായി ചോറുണ്ണുന്ന ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ മമ്മൂട്ടി അതിശയിപ്പിച്ച ആ ഒരു രംഗത്തെപ്പറ്റി സിബി മലയിൽ പറഞ്ഞത് മമ്മൂക്കയുടെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. തനിക്കൊരിക്കലും മറക്കാനാവാത്ത ചിത്രീകരണ അനുഭവമാണ് തനി ആവർത്തനത്തിലെ ക്ലൈമാക്സ് രംഗമെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു. 1987 ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചലച്ചിത്രമാണ് തനി ആവർത്തനം. ചിത്രത്തിൽ ബാലൻ മാസ്റ്റർ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. മമ്മൂട്ടിയെ ആദ്യമായി താൻ കണ്ട അനുഭവത്തെക്കുറിച്ചും തനിയാവർത്തനത്തിലെ മമ്മൂട്ടിയുടെ മറക്കാനാവാത്ത പ്രകടനത്തെക്കുറിച്ചും മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സിബി മലയിൽ മനസ്സ് തുറഞ്ഞത്. മമ്മൂക്കയുടെ ആ ഒരു വിസ്മയ പ്രകടനം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. തനിക്കൊരിക്കലും മറക്കാനാവാത്ത ചിത്രീകരണ അനുഭവമാണ് തനിയാവർത്തനത്തിലെ ക്ലൈമാക്സ് രംഗമെന്ന് സംവിധായകൻ സിബി മലയിൽ. 1987 ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചലച്ചിത്രമാണ് തനിയാവർത്തനം. ചിത്രത്തിൽ ബാലൻ മാസ്റ്റർ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. മമ്മൂട്ടിയെ ആദ്യമായി താൻ കണ്ട അനുഭവത്തെക്കുറിച്ചും തനിയാവർത്തനത്തിലെ മമ്മൂട്ടിയുടെ മറക്കാനാവാത്ത പ്രകടനത്തെക്കുറിച്ചും മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ സിബി മലയിൽ പറയുന്നത്. സിബി മലയിലിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. മമ്മൂട്ടിയെ ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുന്നത് 1981 പടയോട്ടം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മലമ്പുഴയിലേക്ക് വരുമ്പോഴാണ് അത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയത് ഞാനാണ്. അന്ന് യൂണിറ്റിലുള്ള പയ്യന്മാർക്കൊന്നും മുഖപരിചയമുള്ള ആളായിരുന്നില്ല മമ്മൂട്ടി. അദ്ദേഹത്തെ സ്ക്രീനിലെങ്കിലും കണ്ടിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമായതുകൊണ്ട് എന്നെയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിയോഗിച്ചത്. അന്ന് 1981 ഞാൻ കണ്ട മമ്മൂട്ടിയിൽ നിന്നും ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ മമ്മൂട്ടിയുടെ രൂപത്തിലോ ആകാരത്തിലോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. നിത്യഹരിത നായകനെന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് പ്രേം നസീർ സാറിനെയാണ്. എന്നാൽ 63 വയസ്സിനിപ്പുറം അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ആ പ്രായത്തിൽ അദ്ദേഹത്തെ നിത്യഹരിത നായകനെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ പ്രായവും കടന്ന് ഇന്ന് മമ്മൂട്ടി അതിനേക്കാൾ ചെറുപ്പത്തിൽ, അതിനേക്കാൾ യൗവനത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുകയാണ്. മലയാളത്തിൻ്റെ നിത്യഹരിത മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സിനിമകളിലൊന്നാണ് തനിയാവർത്തനം. ശ്രീ മമ്മൂട്ടിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സിനിമകളിലൊന്നാണ് അതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ സിനിമയിൽ മമ്മൂട്ടി ചെയ്ത ബാലൻ മാസ്റ്റർ എന്ന കഥാപാത്രത്തെ ലോഹിതദാസ് എഴുതി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ച ആ കഥാപാത്രത്തെ എഴുതിയതിനേക്കാൾ മികവോടെ നമുക്ക് മുന്നിലേക്ക് പകർന്നു നൽകിയ നടനാണ് മമ്മൂട്ടി. ആ സിനിമയിലെ അവസാന രംഗത്തിൽ അദ്ദേഹം ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് വിഷം കലർത്തിയ ചോറ് ഉരുട്ടി നൽകുന്ന ആ ഒരു രംഗമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചുലച്ച രംഗം. ആ രംഗത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് സംഭാഷണങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ തിളക്കമാർന്ന തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ. അമ്മ തനിക്ക് വിഷം കലർത്തിയ ചോറ് തന്നുകൊണ്ട് ഈ ദുരിതത്തിൽ നിന്ന് തന്നെ വിടുവിക്കാനുള്ള സ്നേഹം പകരുകയാണ്. അതിനുവേണ്ടിയുള്ള ഓരോ ഉരുളകളാണ് തനിക്ക് തരുന്നത് എന്നുള്ള തിരിച്ചറിവ് മമ്മൂട്ടിയുടെ ആ കണ്ണിൽ കാണാം. അതുതന്നെയാണ് ആ രംഗമെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതും. എഴുത്തുകാരൻ എഴുതി വെച്ചതിലും അപ്പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന് ഞാൻ ആ സീനിനെ ഒരു പുതിയ മാനത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഈ ദുരിതത്തിൽ നിന്നും തന്നെ വിടുവിക്കാനായി അമ്മ ഉരുട്ടി നൽകുന്ന ചോറ് 6ാം മാസത്തിലെ ആദ്യ ചോറൂണിന് അമ്മ ഉരുട്ടി തരുമ്പോൾ വാ തുറന്ന അതേ നിഷ്കളങ്കതയോടെ ഏറ്റുവാങ്ങിയാണ് അയാൾ കഴിക്കുന്നത്. ആ രംഗം ചിത്രീകരിക്കുമ്പോൾ മമ്മൂട്ടിയോട് ഞാൻ ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. തീർച്ചയായും ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറത്തേക്ക് ആ നിഷ്കളങ്കതയുള്ള കണ്ണുകളിലൂടെ മമ്മൂട്ടി ആ ചോറ് കഴിക്കുന്നത്, അമ്മ തരുന്ന ചോറിനെ വാ തുറന്ന് സ്വീകരിക്കുന്നത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നിശബ്ദമായി ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ക്ലോസപ്പിൽ ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയെ ഏറ്റവും വിജയകരമായി ആ കഥാപാത്രത്തിൻ്റെ ദയനീയതയും നിസ്സഹായതയും എല്ലാം വെളിവാക്കുന്ന ഭംഗിയായ പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത്. അത്ര മികവുറ്റ ഒരു അഭിനയ മുഹൂർത്തത്തെ ചിത്രീകരിക്കാൻ മമ്മൂട്ടി എന്ന അതുല്യ നടനെ എൻ്റെ ക്യാമറയ്ക്ക് മുൻപിൽ നിർത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എനിക്കൊരിക്കലും മറക്കാനാവാത്ത ചിത്രീകരണ അനുഭവങ്ങളിലൊന്നാണ് തനിയാവർത്തനത്തിലെ ആ ക്ലൈമാക്സ് രംഗം. ഇങ്ങനെയാണ് സിബി മലയിൽ പറഞ്ഞത്. തനിയാവർത്തനം എന്ന മമ്മൂട്ടി ചിത്രം നിങ്ങൾ കണ്ടതാണെങ്കിൽ അതിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക.